പ്രതിരോധ രംഗത്ത് ലോകരാഷ്ട്രങ്ങളെ അസൂയപ്പെടുത്തുന്ന വിധത്തിൽ കുതിക്കുമ്പോഴും ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് അപകടങ്ങൾ തുടരുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് 30 MK-1 യുദ്ധവിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവന്നത് മണിക്കൂറുകൾക്ക് മുൻപാണ്. സ്ക്വാഡ്രൺ ലീഡർ അനൂജ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂർവേഷ് ദുരാക്കർ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. ഇന്ത്യൻ വ്യോമസേന നടത്തിയ രക്ഷാദൌത്യത്തിന് പിന്നാലെയാണ് മരണം സ്ഥിരീകരിച്ചത്. പതിവ് പരിശീലന പറക്കൽ നടക്കുകയായിരുന്നു. അതിനിടെ അസമിലെ കർബി ആങ്ക്ലോങ് ജില്ലയിലെ കുന്നിൻ പ്രദേശത്ത് രാത്രി 7 മണിയോടെയാണ് അപകടമുണ്ടായത്. വിമാനത്തിൽ നിന്ന് പറന്നുയർന്നതിന് പിന്നാലെ റഡാറിൽ നിന്നും ബന്ധം നഷ്ടമായിരുന്നു. ഇതിനു പിന്നാലെ ഇന്ത്യൻ വ്യോമസേന നടത്തിയ പരിശോധനയിലാണ് വിമാനം തകർന്നതായി സ്ഥിരീകരിച്ചത്. റഷ്യൻ വിമാന നിർമ്മാതാക്കളായ സുഖോയ് വികസിപ്പിച്ചെടുത്ത 2 സീറ്റുള്ള മൾട്ടി റോൾ ലോങ് റേഞ്ച് യുദ്ധവിമാനമാണ് സുഖോയ് 30 MK-1. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി HAL ലൈസൻസിന് കീഴിലാണ് വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. വ്യോമസേനയ്ക്ക് നിലവിൽ 260-ലധികം സുഖോയ് വിമാനങ്ങളാണുള്ളത്. 2000-ന്റെ തുടക്കം മുതൽ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയ സുഖോയ് Su-30 MKI ഏറ്റവും കഴിവുള്ള മുൻനിര യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. തുടർച്ചയായി ഉണ്ടായ അപകടങ്ങളെ തുടർന്ന് തേജസ് യുദ്ധവിമാനങ്ങളെ നിലത്തിറക്കി വ്യോമസേന മാറ്റങ്ങൾ വരുത്തിയതും അടുത്തു തന്നെയാണ്. സാങ്കേതിക പരിശോധനയുടെ ഭാഗമായി ഏകദേശം 30 തേജസ് ലൈറ്റ് വിമാനങ്ങളെ നിലത്തിറക്കിയത്. സിംഗിൾ സീറ്റ് യുദ്ധവിമാനങ്ങളാണിത്. ഫെബ്രുവരി 7-നാണ് അവസാനമായി തേജസിന് അപകടമുണ്ടായത്. ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറുകയായിരുന്നു. ഇതോടെ വിമാനത്തിന് വലിയ തോതിൽ തകരാറുണ്ടായതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബ്രേക്ക് തകരാറാണ് കാരണം എന്നായിരുന്നു വിലയിരുത്തൽ. വിമാനത്തിന്റെ എയർ ഫ്രെയിമിനാണ് വലിയ കേടുപാടുണ്ടായത്. അവിടെയും പരിശീലന പറക്കലിന് ശേഷമായിരുന്നു അപകടം. പൈലറ്റ് പക്ഷേ സുരക്ഷിതമായി പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. 2024 മാർച്ചിൽ ജയ്സാൽമറിന് സമീപം തേജസ് തകർന്നിരുന്നു. 2025 നവംബറിൽ ദുബായ് എയർ ഷോയ്ക്കിടെ വിമാനം തകർന്ന് പൈലറ്റ് മരിച്ച സംഭവവും ഉണ്ടായിരുന്നു. തേജസ് നിർമ്മാതാക്കളെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വ്യോമസേനയ്ക്ക് നൽകേണ്ട തേജസ് മാർക്ക് 1A പതിപ്പിന്റെ വിതരണം വൈകുന്നതിനിടെയായിരുന്നു പുതിയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എഞ്ചിനുകൾ നൽകുന്നതിൽ അമേരിക്കൻ കമ്പനിയായ GE എയറോസ്പേസ് വരുത്തിയ കാലതാമസമാണ് കൈമാറൽ വൈകാൻ പ്രധാന കാരണം. 2015-ലാണ് തേജസ് ലൈറ്റ് സേനയുടെ ഭാഗമായത്. HAL-യുമായി 2021 ഫെബ്രുവരിയിലാണ് തേജസ് MKA-യുടെ 83 വിമാനങ്ങൾ നൽകാൻ 48,000 കോടി രൂപയ്ക്ക് കരാറായത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 97 വിമാനങ്ങൾക്കായി 62,370 കോടി രൂപയുടെ മറ്റൊരു കരാറും പ്രതിരോധ മന്ത്രാലയം ഒപ്പിട്ടിരുന്നു. വിമാനം തകർന്നു വീണു എന്ന റിപ്പോർട്ടുകൾ HAL നിഷേധിച്ചു. ലാൻഡിങ്ങിനിടെ ഉണ്ടായ ചെറിയ സാങ്കേതിക അപകടമാണെന്നും പരിശോധിക്കുകയാണ് എന്നുമാണ് HAL വ്യക്തമാക്കിയത്. എന്തായാലും പ്രതിരോധ രംഗത്ത് ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് അസൂയമുണ്ടാക്കുന്ന വിധത്തിൽ വലിയ കുതിപ്പും അതുപോലെ നേട്ടങ്ങളുമാണ് കൈവരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ പ്രതിരോധ രംഗത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.